ഈ പുതിയ നേതൃത്വം ഒരുപക്ഷെ അലിസയൊക്കെ തിരഞ്ഞെടുത്ത വിവരത്തെ സംബന്ധിച്ച് പറയുന്നു. മാത്രമല്ല ഈ 3 അംഗ സമിതി ഇനി 88 അംഗ സമിതിയുടെ അംഗീകാരം ഈ ഖാംനായിയുടെ മകന് ലഭിച്ചാൽ മാത്രമേ ആയത്തുള്ള ഖാംനായിയുടെ മകന് ആ അർത്ഥത്തിൽ ഒരു ആത്മീയ നേതാവായി മാറാനാകൂ. ഒരുപക്ഷെ അതുവരെയും ഈ യുദ്ധം ഈ വിധത്തിൽ തുടർന്നാൽ സ്ട്രാറ്റജി ഇല്ലാത്ത യുദ്ധമായി മാറും. അത് കൂടുതൽ അപകടകരമായി ഇറാന് മേൽ തന്നെ പതിക്കുന്ന ആഘാതമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഈ അടിക്കുന്നത് ഒരുപക്ഷെ നേതൃത്വത്തിൻ്റെ അഭാവം കൊണ്ടുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം ഒരുപക്ഷെ ഇറാൻ ആ അർത്ഥത്തിലേക്ക് നീങ്ങുന്നത്. ആസൂത്രിതമാണോ എന്നറിയില്ല എങ്കിൽ പോലും, അല്ലേ സ്വാതി? ഇപ്പോൾ താൽക്കാലികമായി എടുക്കുന്നൊരു നേതൃത്വം മാത്രമാണ്. ഇറാനെ സംബന്ധിച്ച് നിലവിൽ ഒരു അധിപനില്ലാത്ത അല്ലെങ്കിൽ ഒരു നേതൃത്വം ഇല്ലാത്ത സാഹചര്യത്തിൽ മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇറാന് വലിയ തരത്തിലുള്ള പോരായ്മകൾ അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട്, പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ യുദ്ധത്തിന് അല്ലെങ്കിൽ ഈ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നിന്ന് മാറ്റി ചിന്തിക്കണമെങ്കിൽ പോലും അത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറാകാൻ പോലും ഒരു നേതൃത്വം ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഇപ്പോൾ ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ അൽറസ അറഫി ഉൾപ്പെടെയുള്ളവരെ നിയമിച്ചിട്ടുള്ളത്. ഇതിൽ മാറ്റം വരാം. ഇതൊരു താൽക്കാലികമായി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൊരു ഗാർഡിയൻ കൗൺസിലാണ്. ഈ കൗൺസിൽ മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും പരമോന്നത നേതാവ് ആര് എന്നുള്ള കാര്യത്തിൽ, അതായത് അദ്ദേഹത്തിന്റെ മകനെ തന്നെ പരമോന്നത നേതാവാക്കാനുള്ള തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഈ കൗൺസിൽ തന്നെയായിരിക്കും എടുക്കുക. ഈ 3 അംഗ കൗൺസിൽ ചേർന്നുകൊണ്ട് ആയിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉടൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയും. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ യുദ്ധ സമാനമായൊരു സാഹചര്യത്തിൽ നിന്നും ഈ രാജ്യങ്ങൾ പിന്മാറാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ അത് മണിക്കൂറുകൾ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളത് അന്തർദേശീയ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ പോലും ഇത് എത്ര മണിക്കൂറുകൾ അല്ലെങ്കിൽ എത്ര ദിവസത്തോളം നീളും എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ആശങ്കയായി ഉയരുന്നത്. ഇറാനും മറ്റ് രാജ്യങ്ങളിലേക്ക്, അറബ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ GCC രാജ്യങ്ങൾ ഒരുമിച്ചുകൊണ്ട് ഒരു യോഗം ചേരുന്നത്. ആ യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ വളരെ നിർണായകമായിരിക്കും ഇറാനെ സംബന്ധിച്ച്. ഇറാനോട് ഒരു പ്രതികാര നടപടി എന്ന നിലയിൽ അറബ് രാജ്യങ്ങൾ സൈനിക നീക്കങ്ങൾ ആരംഭിച്ചാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ ഇറാൻ എങ്ങനെ കഴിയുമെന്നുള്ളതൊക്കെയും ഒരു ചോദ്യചിഹ്നമായി ഉയരുന്നുണ്ട്. എന്തായാലും ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് നടത്തിയിട്ടുള്ള ഏകപക്ഷീയമായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതാണ് ഈ ഇപ്പോൾ നടക്കുന്ന ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. അത്തരത്തിൽ നടത്തിയ ഈ അന്താരാഷ്ട്ര നിയമങ്ങളെയൊക്കെയും ലംഘിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആക്രമണത്തിന് വലിയൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടാകുമ്പോൾ പോലും ഈ യുദ്ധ സാഹചര്യം എപ്പോൾ വരെ നീണ്ടു നിൽക്കും എന്നുള്ളത് അത് സംബന്ധിച്ചൊരു ആശങ്ക നിലനിൽക്കുകയാണ്. അജിംഷാദ്, തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നത് ഇപ്പോൾ സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. പക്ഷേ പുതിയതായി ടെഹ്റാനിലേക്ക് ആക്രമണം, ഏതാണ്ട് 7 പോയിന്റുകളിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ വല്ലാതെ ഇറാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ അർത്ഥത്തിലുള്ള ക്രൂഷ്യൽ പോയിന്റ്സ് ആണ്, മീൻസ് നിർണായകമായ സ്ഥലങ്ങളാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇസ്രയേൽ ടെഹ്റാനിൽ പുതിയതായി ആക്രമണം നടത്തി എന്ന വിവരം കൂടി പുറത്തെത്തുന്നുണ്ട്. സ്വാതി, ഇന്നലെ ഈ ടെഹ്റാനിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. അതിന് തിരിച്ചടി എന്ന നിലയിലാണ് ഈ US-ന്റെ സൈനിക താവളങ്ങൾ നോക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പ്രത്യാക്രമണം തുടങ്ങിയ ആ ഘട്ടം മുതലാണ് ഈ സാഹചര്യം കൂടുതൽ വഷളാകുന്നത്. അതിന്റെ തുടർച്ച എന്ന നിലയിൽ ഇസ്രയേലും അതിന് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെഹ്റാനിൽ ഇന്ന് മാത്രം 7ഓളം സ്ഫോടനങ്ങൾ, 7 ഇടങ്ങളിൽ ആക്രമണം. സ്വാതി പറഞ്ഞത് ശരിയാണ്. കാരണം ഈ കഴിഞ്ഞ തവണ അടിച്ച ആ 7 പോയിന്റുകൾ അതിൻ്റെ ആഘാതത്തിൻ്റെ ഭയപ്പാടിലാണ് ടെഹ്റാൻ എന്നുള്ളതാണ് വാർത്ത. ശരിയാണ്, തുടരൂ സ്വാതി. അജിംഷാദ്, ഈ ടെഹ്റാൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് ഇറാനെ സംബന്ധിച്ച്. ജനവാസ മേഖലകൾ ഉണ്ട്, അതോടൊപ്പം അതിനപ്പുറത്തേക്ക് സൈനിക താവളങ്ങൾ ഉള്ള സ്ഥലം കൂടിയാണ്, പ്രദേശം കൂടിയാണ്. ആദ്യം സൈനിക താവളങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത് എന്ന് അമേരിക്കയും ഇസ്രയേലും പറയുമ്പോൾ പോലും ഇന്നലെ നമ്മൾ കണ്ടതാണ് സ്കൂളിന് നേരെ ആക്രമണം നടത്തുകയും നിരവധി കുഞ്ഞുങ്ങൾ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഇറാൻ തിരിച്ച് ആക്രമണം നടത്തിയപ്പോഴും US-ന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്തുന്നു.
പക്ഷേ അതിനുശേഷം ഈ ഗൾഫ് രാജ്യങ്ങളെ പൂർണ്ണമായും മറ്റ് കെട്ടിടങ്ങളിലേക്ക് ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ഇറാൻ ആക്രമണം തൊടുത്തുവിട്ടപ്പോഴേക്കും ഈ സംഘർഷത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ വീണ്ടും ഖമനയെ അടക്കമുള്ള നേതാക്കളെ നേരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്തു. ഈ തിരിച്ചടി ഇറാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. എങ്കിൽ പോലും അവരുടെ പരമോന്നത നേതാവിന് നേരെ തന്നെ ആക്രമണം ഇസ്രായേൽ നടത്തും എന്നുള്ളത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഇന്നലെ തന്നെ അദ്ദേഹം ഉള്ള സ്ഥലം നോക്കി തന്നെയാണ് ആദ്യം ആക്രമണം നടത്തിയത്. എങ്കിൽ പോലും അദ്ദേഹത്തെയും കുടുംബാംഗങ്ങളെയും ആ സ്ഥലത്തു നിന്നും ഒഴിപ്പിച്ചു എന്നുള്ളതാണ് ഇന്നലെ നമുക്ക് ലഭിച്ചിരുന്ന വിവരം. എന്നാൽ ആ വിവരത്തിൽ നിന്നും മാറി ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള ഏറ്റവും ഇറാനെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് രാവിലെ വന്നത്. അത്തരത്തിൽ തിരിച്ചടികൾ അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങൾ ഇറാൻ നടത്തുമ്പോൾ പോലും വലിയ ആഘാതങ്ങൾ ഉണ്ടാകുന്നത് ഇറാനാണ് എന്ന് പറയേണ്ടി വരും ഈ ഘട്ടത്തിൽ. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഇനിയും ആക്രമണങ്ങൾ കടുപ്പിക്കുമെന്നുള്ള ആഹ്വാനം കൂടി നടത്തിയിട്ടുണ്ട്. എന്തായാലും മുന്നോട്ടുള്ള മണിക്കൂറുകളിൽ വളരെ ആശങ്കയോടെ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഖമനയുടെ ഏത് തരത്തിലാണ് ഖമനയെ കൊലപ്പെടുത്തിയത് എന്നടക്കമുള്ള ദൃശ്യങ്ങൾ വരുമ്പോൾ അത് വളരെ ഞെട്ടിക്കുന്നതാണ്. ആസൂത്രിതമായി നടത്തിയതാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആസൂത്രിതമായി നടത്തിയ ആക്രമണമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇറാനെതിരെ കണ്ടിട്ടുള്ളത്. അങ്ങനെ തിരിച്ചടികളും അല്ലെങ്കിൽ ആക്രമണങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ മേഖലകളിൽ. അതിന്റെ ഭാഗമായി ടെഹ്റാനിലാണ് ഇപ്പോൾ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും തുടർച്ചയായി ഉണ്ടാകുന്നത്. അതിന്റെയൊക്കെ ഭാഗമായി തന്നെ നിരവധി നാശനഷ്ടങ്ങൾ രേഖപ്പെടുന്നു. എന്നാൽ നമുക്ക് കൃത്യമായി മരണസംഖ്യയോ അല്ലെങ്കിൽ പരിക്കേറ്റവരുടെ എണ്ണമോ ഇതുവരെയും കൃത്യമായി നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെയും പുറത്തു വന്നിട്ടുമില്ല. അതുകൊണ്ട് കനത്ത നാശനഷ്ടങ്ങൾ ഇരു രാജ്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അതിലേറെ ഇറാന് വലിയ നഷ്ടങ്ങളാണ് ഈ ആക്രമണത്തിൽ ഉണ്ടായിട്ടുള്ളത്. അജിംഷാദ്.